ഫ്രണ്ട്സ്, ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അതിനുവേണ്ടി എടുത്തു വച്ചിരിക്കുന്നത് പൈനാപ്പിൾ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാളികേരം, തൈര്, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, കുരുമുളക്, മുളക് പൊടി, ഉണക്കമുളക്, വേപ്പില, കടുക്, ഉലുവ, ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി പൈനാപ്പിൾ ഇവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി നാളികേരമാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ചെറിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് കേട്ടോ. അപ്പോൾ ഈ നാളികേരം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതും ഇട്ട് കൊടുക്കാം. ഒരു 15 കുരുമുളക്, അതും ഇട്ട് കൊടുക്കാം. കുരുമുളക് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതിൻ്റെ കൂടെ 2 പീസ് കറിവേപ്പിലയും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുത്തിയല്ല, ഇതെങ്ങനെ കണ്ടാ സ്പ്ലിറ്റായി പോകുന്നുണ്ട്. അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഈ പൈനാപ്പിളിലുള്ള വെള്ളവും വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരല്പം വെള്ളവും ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തൈര്, നല്ല കട്ട തൈരാണ് ഇത്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്നും അങ്ങോട്ട് അടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ടീസ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ അടിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അധികം അടിക്കരുത്, അധികം അടിച്ചാൽ ലൂസായി പോവും. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിൽ വെള്ളം ഇത്തിരി കുറവുണ്ട്, ഒരിത്തിരി വെള്ളവും ഞാൻ തൈരിൻ്റെ പാത്രം കഴുകി ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ പഞ്ചസാര കാണിച്ചിരുന്നില്ല, പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ പൈനാപ്പിൾ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടരുത്, പൈനാപ്പിൾ വേവാനായിട്ട് അല്പം ബുദ്ധിമുട്ട് വരും. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത് കേട്ടോ. നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യണം. ഇതിനിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും വേണം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉലുവ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.